ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന മലയാള സിനിമ കണ്ടു. മിസ്റ്ററി ത്രില്ലർ ജോണറിൽ വരുന്ന ഈ സിനിമയിൽ അർജുൻ അശോകൻ, അപർണ ദാസ്, സംഗീത തുടങ്ങിയവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അഭിലാഷ് പിള്ളയാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. നവഗതനായിട്ടുള്ള വിഷ്ണു വിനയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനൊക്കെയാണ് വീഡിയോയിൽ. പുതിയൊരു അധ്യായം, പുതിയൊരു സിനിമ. ടാക്കീസ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു മർഡർ മിസ്റ്ററിയും അതിൻ്റെ അന്വേഷണമൊക്കെ ആയിട്ട് നീങ്ങുന്ന ഒരു സിനിമയാണിത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, മോശമായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് ത്രില്ലർ സിനിമയായിട്ടാണ് ആനന്ദ് ശ്രീബാല അനുഭവപ്പെട്ടത്. സിനിമ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് മുഴുവനായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത് മൊത്തത്തിലുള്ളൊരു പ്രിമൈസ് സെറ്റ് ചെയ്യുന്നതിനും ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. ആനന്ദിൻ്റെയും ശ്രീബാലയുടെയും, അതായത് അമ്മയുടെയും മകൻ്റെ ഒരു ആത്മബന്ധമൊക്കെ സിനിമയിൽ വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ ആനന്ദ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ആ ക്യാരക്ടറിൻ്റെ പോലീസ് ബുദ്ധിയും അതുപോലെ തന്നെ അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീബാലയായിട്ട് എത്തിയിട്ടുള്ള സംഗീത, അവർക്ക് അവരുടെ തിരിച്ചുവരവിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വേഷമാണ് ശ്രീബാല എന്ന് പറയുന്ന ക്യാരക്ടർ. അത് അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ അമ്മ മകൻ ബോണ്ടിങ് ഈ സിനിമയിലെ വലിയൊരു പോസിറ്റീവ് ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാം പകുതി മുഴുവനായിട്ടും അന്വേഷണത്തിന് തന്നെയാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഒരുപാട് വേഗതയൊന്നും ഉപയോഗിക്കാതെ സാവധാനത്തിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവീലായിട്ട് വരുന്ന രീതിയാണ് സിനിമ ഉപയോഗിച്ചിട്ടുള്ളത്. അവസാന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും തന്നെ ഈ റിവീലിംഗ് പോർഷനിലും അതുപോലെ തന്നെ അന്വേഷണത്തിലൊന്നും ഇല്ല. പക്ഷേ എന്നാൽ നമുക്കിങ്ങനെ കണ്ടിരിക്കുകയും ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ലോജിക്കലി അത്ര കൺവിൻസ് ആവാത്ത പോലെ തോന്നി. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ നടക്കുന്ന പോലെയൊക്കെ ഒരു ഫീലൊക്കെ അനുഭവപ്പെട്ടു. സൈജു ഗ്രൂപ്പിനെ നമുക്ക് സമീപകാല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള വേഷങ്ങളിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ഷെയ്ഡൊക്കെ കടന്നു വരുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണാം. അപർണദാസ് ഉള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വലിയൊരു സ്കോപ്പൊന്നും ഇല്ലെങ്കിൽ കൂടി. അജു വർഗീസിൻ്റെ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള രീതിയൊക്കെ രസമാണ്. പക്ഷേ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് ആ ക്യാരക്ടർ അങ്ങോട്ട് വാനിഷ് ആയ പോലെ ഒരു ഫീലൊക്കെ വരും. അഭിലാഷ് പിള്ളയുടെ തിരക്കഥയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് ഈ അമ്മ മകൻ ഇമോഷണൽ ബോണ്ടിങ്ങിനെയും അതുപോലെ തന്നെ ഈ മർഡർ മിസ്റ്ററിനെയും വളരെ സമർത്ഥമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിൽ വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോട്ടൽ അന്വേഷണത്തിലുള്ളൊരു വമ്പൻ സർപ്രൈസിൻ്റെ അഭാവം അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ഓവറോൾ നമുക്ക് കണ്ടിറങ്ങുമ്പോൾ ഒരു തൃപ്തിയൊക്കെ കിട്ടും. ഇങ്ങനെയുള്ളൊരു ഡീസൻറ്റ് ത്രില്ലർ സിനിമയായിട്ടാണ് ആനന്ദ് ശ്രീബാല എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങളും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വെക്കുക. തിയേറ്ററിൽ കാണാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. സിനിമ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.